നമസ്കാരം. സാധാരണയായി നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ ഡൽഹിയിൽ വിശിഷ്ടാതിഥികളായി എത്താറുള്ളത് ഏതെങ്കിലും രാജ്യത്തെ രാഷ്ട്രത്തലവന്മാർ ആയിരിക്കും. എന്നാൽ ഇപ്രാവശ്യം അതിനൊരു മാറ്റമുണ്ടായിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളായിരുന്നു ഇക്കുറി വിശിഷ്ടാതിഥികളായി എത്തിയത്. നേരത്തെ പല രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരുടെയൊക്കെ തന്നെ പേരുകളാണ് പറഞ്ഞു കേട്ടിരുന്നത് എങ്കിലും വളരെ അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളെ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥികളാക്കിയത്. വളരെ സുപ്രധാനമായ ഒരു കരാറിന് ഇന്ന് പ്രഖ്യാപനമുണ്ടാവുകയാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാറിന് ഇന്ന് അന്ത്യരൂപമാകും എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഡൽഹിയിലെത്തിയ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുമായെല്ലാം തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ചകൾ അന്തിമ രൂപത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം ഇത് സംബന്ധിച്ച് ഉണ്ടാകാനാണ് സാധ്യത. ഏതാണ്ട് 18 വർഷത്തോളം നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഈ കരാർ ഒപ്പിടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. 2007 ഇതിൻ്റെ തുടക്കം കുറിച്ചത്. പിന്നെ 2022 ഇത് പുനരാരംഭിച്ചു. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യ കരാറായിരിക്കും ഇത് എന്നാണ് കരുതപ്പെടുന്നത്. കരാറുകളുടെ മാതാവ് എന്നാണ് ഈ കരാറിനെ അറിയപ്പെടുന്നത്. ഇതോടുകൂടി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തവും ദൃഢവുമായി മാറും എന്നാണ് കരുതപ്പെടുന്നത്. ഈ ഒരു സാഹചര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മളിത് നോക്കിക്കാണാൻ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഏതാണ്ട് 200 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനമുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഉയർത്തിയ ഭീഷണിക്ക് അതേ ഭാഷയിൽ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഈ കരാറിലൂടെ. ഏതായാലും ഇത് മനസ്സിലാക്കിയ ട്രംപ് അപകടം മണത്ത് ഇപ്പോൾ തീരുവ കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് ലോകത്ത് വലിയ വലിയ ശാക്തിക ചേരികൾ ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. യൂറോപ്യൻ യൂണിയനൊപ്പം ഇന്ത്യ നിൽക്കുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയായി മാറും. കാരണം ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഏത് പക്ഷത്താണോ ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു പക്ഷത്തിന് കൂടുതൽ മേൽക്കൈ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. കാരണം ഈ രാജ്യങ്ങളൊക്കെ തന്നെ ആ നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വാണിജ്യ കരാറിനെയും നമ്മൾ നോക്കിക്കാണേണ്ടത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങളുടെ, പ്രത്യേകിച്ച് കാറുകളുടെയൊക്കെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഇളവുകൾ ഇതിലൂടെ ലഭിക്കും. നേരത്തെ 110% നികുതി എങ്കിൽ ഇനി അതങ്ങോട്ട് 40% മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഗാർമെൻറ്റ്സ്, അതുപോലെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ തുടങ്ങിയ എല്ലാ വസ്തുക്കൾക്കും വലിയ തോതിലുള്ള വിലക്കുറവ് അവിടെ ഉണ്ടാകും. അങ്ങനെ വലിയൊരു വിപണി നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുകയാണ്. യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട എത്രയോ രാജ്യങ്ങളാണുള്ളത്. നേരത്തെ അമേരിക്ക പോലുള്ള ഒരു രാജ്യമാണ് നമ്മളെ വെല്ലുവിളിച്ചതെങ്കിൽ അതിന് പകരമായി യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ട ലോകത്തെ ഏറ്റവും ശക്തമായ എത്രയോ രാജ്യങ്ങളാണ് ഇനി മുതൽ നമ്മളുമായി നേരിട്ടുള്ള വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായൊരു നേട്ടം തന്നെയാണ്. ഒരു കാലത്ത് എല്ലാ കാര്യത്തിനും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വയം പര്യാപ്തരാകുകയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായൊക്കെ തന്നെ നമ്മളൊരു വ്യാപാര കരാറിൽ, അത് ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാറാണെന്നുള്ള കാര്യം പ്രത്യേകം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം മുതലേ തന്നെ ട്രംപിൻ്റെ ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് ഈ ചർച്ചകൾ വളരെ വേഗം തന്നെ പുനരാരംഭിക്കുകയും ഇത് സംബന്ധിച്ച അന്തിമഘട്ടങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതാനും ചില കാര്യങ്ങളിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളും കൂടി പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവർ 2-3 ദിവസം മുമ്പ് തന്നെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘം ഇന്ത്യയിൽ എത്തിയിരുന്നു. അവർ ഇവിടുത്തെ പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രമുഖ വ്യക്തികളുമായി നടത്തിയ ചർച്ചകളിലേക്ക് തന്നെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിലെല്ലാം തന്നെ അവർക്ക് സംശയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ തർക്കം നിലനിന്നിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ധാരണയായി എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ വർഷം അവസാനമായിരിക്കും ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത വർഷം മുതൽ ഈ കരാർ പ്രാബല്യത്തിൽ വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിലൂടെ 90% ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വലിയ തോതിൽ കുറയുകയോ അതല്ലെങ്കിൽ ഒട്ടുമില്ലാതാവുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് വാണിജ്യ മന്ത്രാലയ വൃത്തങ്ങളൊക്കെ തന്നെ അറിയിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിൽ നമുക്കിത് കേന്ദ്ര മന്ത്രിസഭ ഈ ഒരു കരാറിന് അംഗീകാരം നൽകിയാൽ മാത്രം മതി. പക്ഷേ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിൽ വെച്ച് ഇത് പാസ്സാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിന് പൂർണ്ണമായ ഈ കരാറിന് അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യവുമായി ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടുന്നത് സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില അഭിപ്രായ ഭിന്നതകളും സംശയങ്ങളും ഉണ്ടായിരുന്നതൊക്കെ തന്നെ പൂർണ്ണമായും ദൂരീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഈ കരാറിൽ ഏർപ്പെടുന്നത്. ഇതോടുകൂടി യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നിലവിൽ 6000-ഓളം യൂറോപ്യൻ കമ്പനികളാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം തന്നെ പ്രത്യേകിച്ച് IT മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്കുമൊക്കെ തന്നെ ഇത് വലിയ തോതിൽ പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെയാണ്
ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് എന്ന് വേണം കരുതാൻ. എല്ലാ രാജ്യങ്ങളുടെ മേലും തൻ്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ അത് അംഗീകരിച്ചില്ലെങ്കിൽ അവരുടെയൊക്കെ മേൽ വലിയ തോതിലുള്ള നികുതി അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ട്രംപിന് ഉണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളികളൊന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ ഒരു കരാർ എന്ന് വേണം കരുതാൻ. ഇന്ത്യ നിന്ന് കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഇനി മുതൽ പുതിയ വിപണികൾ, പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ പറയുന്നത് പോലെ ഇനി പുതിയ പുതിയ അവസരങ്ങളാണ് ഇന്ത്യക്ക് കൈവരുന്നത്. അമേരിക്ക പിണങ്ങി നിന്നാലും ഇന്ത്യ ഒന്നും ബാധിക്കുകയില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. അവർ ഇതിന് വലിയ വില കൊടുത്താണ് ഇനി മുതൽ വാങ്ങേണ്ടി വരിക എന്നുള്ള പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതൊക്കെ മുൻനിർത്തി തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ട്രംപ് ഇപ്പോൾ ഈ നികുതി കുറയ്ക്കുന്ന കാര്യത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ എത്രത്തോളം ഉയരങ്ങളിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു വ്യാപാര കരാർ. ഇത് പ്രാവർത്തികമാകുന്നതോടുകൂടി ഇന്ത്യ ലോകത്തിലെ ഏത് രാജ്യത്തിനൊപ്പവും കയറ്റുമതി കാര്യങ്ങളിലൊക്കെ തന്നെ മുന്നിട്ട് നിൽക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്.